എല്ലാവരെയും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓഹരി വിപണിയെക്കുറിച്ചിട്ടാണ്. എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴായിട്ടും ഓഹരി വിപണിയിലത്തെ പല സാഹചര്യങ്ങളെക്കുറിച്ചും ഓരോ ഷെയറുകളെക്കുറിച്ചും ഫണ്ടമെൻ്റലായിട്ട് ഓരോ ഷെയറുകൾ വെച്ച് അനലൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രത്യേകിച്ചും റിസൾട്ടുകളൊക്കെ വരുമ്പോൾ നല്ല കമ്പനികളുടെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിലൂടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ എന്നെ അറിയുന്ന വർഷങ്ങളായിട്ട് ഞാൻ ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷത്തോളമായിട്ട് ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതറിയുന്ന എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ചോദിക്കാറുണ്ട്, എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാവരെയും എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാം. അതായത് ഇപ്പോൾ ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലും പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ല മ്യൂച്വൽ ഫണ്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ കൊടുക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് മാത്രമായിട്ടൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ചും നിങ്ങളൊരു ഇൻവെസ്റ്റേഴ്സ് പുതിയ ആളായിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 2020 മാർച്ചിൽ കൊറോണ ഇന്ത്യയിൽ പടർന്നു പിടിച്ചതിന് ശേഷം ലോക്ക്ഡൗണൊക്കെ വന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു വർഷത്തിന് ശേഷം വീണ്ടും അതിനേക്കാളും വലിയ കോവിഡ് സെക്കൻഡ് വേവ് വന്നിരിക്കുകയാണ്. അത് ഒരുപക്ഷെ അതിലും ഭീകരമായിട്ടാണ്. നമ്മൾ ഓരോ ദിവസം ന്യൂസ് കാണുമ്പോഴൊക്കെ വളരെയധികം വിഷമം തോന്നുന്ന ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, നമുക്കിത് അതിജീവിച്ചേ പറ്റൂ. പക്ഷേ അതേസമയം തന്നെ നമുക്ക് പലർക്കും ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, എനിക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നല്ലത്. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഡയറക്റ്റായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ മ്യൂച്വൽ ഫണ്ടുകളിലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതൽ അഭികാമ്യം. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു ഒരു ഒരു സൈഡ് ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുവാനും അതുപോലെ തന്നെ അതൊരു കോർപ്പസ് ഇൻകം ആയിട്ട് വളർത്തിക്കൊണ്ടുപോകാനും നല്ലൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 ഇയേഴ്സോ അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സോ അല്ലെങ്കിൽ 15 ഇയേഴ്സോ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകുവാനായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് പല യൂട്യൂബ് വീഡിയോകളിലും അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ അച്ചടക്കത്തോടെയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കുള്ള പ്രശ്നം എന്താണ്, നമ്മളെല്ലാവരും സാലറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാസം സാലറി കിട്ടി നമ്മൾ എന്ത് ചിന്തിക്കുക, എന്തായാലും എൻ്റെ ചിലവുകളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് റെൻറ്റ് കൊടുക്കാനുണ്ടാവും, ഫീസ് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിച്ചതിന് സെറ്റിൽമെൻറ്റ് കൊടുക്കാനും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാനുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക എനിക്കൊന്ന് സേവിങ്സ് ചെയ്യാമെന്ന്. പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുക എന്താണ്, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സേവ് ചെയ്യാനായിട്ടുള്ള പൈസ വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട്, അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സേവിങ്സ് ചെയ്യുക, അതിനുശേഷമുള്ള പൈസ നിങ്ങൾ എക്സ്പെൻഡ് ചെയ്യുക. പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എക്സ്പെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ വർഷങ്ങളോളം കാത്തിരുന്നാലും നമ്മുടെ ചിലവ് കഴിഞ്ഞ് സേവ് ചെയ്യാനുള്ള വളരെയധികം സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ചെറിയ എമൗണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തുടക്കക്കാർ ഒരു 25 വയസ്സിലൊക്കെ നമ്മൾ നോർമലായിട്ട് ഒരാൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കുകയാണെങ്കിൽ ഒരു 1000 രൂപയിൽ തുടങ്ങുക. അല്ലെങ്കിൽ അപ്പോൾ ശമ്പളം ഒരു ചെറിയ ശമ്പളം വരിക, പിന്നീട് അങ്ങ് ഗ്രോത്ത് ചെയ്യുന്നതിനനുസരിച്ച് 2000-ഓ 3000-ഓ അല്ലെങ്കിൽ 5000-ഓ, അത് ഓരോരുത്തർ സ്ലാബ് അനുസരിച്ച് നല്ല സാലറിഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കൊക്കെ നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരൻ്റെ കൺസെപ്റ്റോടെയാണ് ഞാൻ പറയുന്നത്. ഇത് അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള മെത്തഡാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ പോവുകയാണ്. നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ കാറിനെ കുറിച്ചോ അത്ര ഐഡിയ ഉണ്ടാവണമെന്നില്ല. നമ്മൾ പലരും പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൽ അറിവുള്ള ഒരാളെ വിളിച്ചിട്ട് നമ്മൾ കൂടെ കൊണ്ടുപോകും. ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവുള്ള ആൾ, അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എത്രയുണ്ട്, അതിൻ്റെ റാം എത്രയുണ്ട്, അതിൻ്റെ എന്താ പറയുക സ്പീഡ് എങ്ങനെയുണ്ട്, മോണിറ്റർ എങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഈ ടെക്നിക്കലായിട്ട് അറിവുള്ള ആൾ വന്ന് കടക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ അദ്ദേഹം ഗൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ അഡ്വൈസ് ചെയ്യും, ഈ ലാപ്ടോപ്പാണ് നല്ലത്, അല്ലെങ്കിൽ ഈ മൊബൈലാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ വണ്ടിയാണ് നല്ലതെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലും.
മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പൈസ വേറൊരാളെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഈ വേറെ ആളെന്ന് പറയുമ്പോൾ ഒരു ട്രസ്റ്റാണത്. ആ ട്രസ്റ്റിയുടെ കീഴിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി വർക്കാവുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ആ ട്രസ്റ്റിന് കീഴിലുള്ള എംപ്ലോയീസ് അവർ വളരെ റിസർച്ച് ചെയ്തുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടും ക്വാളിഫൈഡ് ആയിട്ടും ആ മേഖലയിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിവുള്ള ആളുകൾ ആ മേഖലയിലുള്ള അവരുടെ നൈപുണ്യം മൂലം നല്ല ഷെയറുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമുക്കായിട്ട് അത്തരം ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനുശേഷം ആ ഷെയറിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റൊരാളുടെ അഡ്വൈസ് എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പോകുന്നു. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആ റൂട്ടിലൂടെ നടത്തുന്നു. തിരിച്ച് അവർ ആ നല്ല ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിപ്പോൾ ചിലപ്പോൾ ഡിവിഡൻ്റ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഷെയറിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന വർധനവ്, അങ്ങനെ ഓരോ വർഷവും അതിൻ്റെ ഡെയിലി മാർക്കറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ കൂടിയും കുറഞ്ഞു നിൽക്കും. അതിനാണ് നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ് വാല്യൂ, NAV. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞേക്കാം NAV കൂടി. ഇതിലെ ഒരു മിസ്കൺസെപ്ഷൻ, അതായത് ഒരു തെറ്റിദ്ധാരണ പല സാധാരണക്കാർക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നത്, എനിക്ക് ഇത് 10 ലക്ഷം ഇട്ടത് 12 ലക്ഷമായി, അല്ലെങ്കിൽ 15 ലക്ഷമായി. അപ്പോൾ അവർ ചിന്തിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്നും വളർച്ച തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള എന്താണ് സംബന്ധിച്ച് അവർ ടൈമിംഗ് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമിംഗ് ആണ്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ മാസം കണ്ടിന്യൂ ആയിട്ട് പോവുക. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യും, അവരൊരു ലംസം എമൗണ്ട് മാർക്കറ്റിൽ ഇട്ടണം. അപ്പോൾ ആ മാർക്കറ്റിൽ ഇട്ട സമയം നല്ലോണം മാർക്കറ്റ് താഴെ വന്ന സമയമായി. അപ്പോൾ പ്രത്യേകിച്ച് മാർച്ച് 2020 മാർക്കറ്റ് വല്ലാതെ താഴ്ന്നു വന്നു. ഇപ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ പകുതിയായിരുന്നു. അന്ന് ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ മാസവും വളർച്ചയാണ്. അപ്പോൾ ഒരു 10 ലക്ഷം ഇട്ട ആൾക്ക് ഇപ്പോൾ ഡബിളായി മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 15 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ അതിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരോട് എന്താ പറയുക, എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എനിക്ക് നല്ല പ്രോഫിറ്റാണ് കിട്ടുക. ഇതും കേട്ട് ആരെങ്കിലും പുതിയതായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ ഇന്നൊരു 10 ലക്ഷം കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് പീക്കിലാണ്. എല്ലാവരും പീക്കാന്ന് പറയുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് കയറാൻ ഇറങ്ങും, അതൊരു സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം തന്നെ 7500 നിഫ്റ്റിയിലേക്ക് താഴ്ന്നു പോയതിന് ശേഷം 15000 എത്തി. ഇനി ഒരു 15000 30,000 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ബെനിഫിറ്റ് കിട്ടിയൊരു വ്യക്തി പുതിയ ഒരാളോട് പറയാണ് എനിക്ക് കഴിഞ്ഞ വർഷം കൊണ്ട് ഇത്ര പൈസ ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ചും സിസ്റ്റമാറ്റിക് ആയിട്ട് ലംസം എമൗണ്ടിന് പകരം ചെറിയ തുക മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പോവുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, നമ്മൾ സാധാരണക്കാർ നമുക്കറിയാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാർ വാങ്ങിക്കാനൊക്കെ പോകുന്ന ആ രീതിയിൽ നമ്മളതിനെ കാണുക. രണ്ടാമത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞ ഷെയർ ഉണ്ട്. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950 അടുത്താണ്. 1950 രൂപയാണ് റിലയൻസിൻ്റെ ഇന്നത്തെ വില. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു 1000 രൂപ SIP ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരു മാസം ഒരു റിലയൻസിൻ്റെ ഷെയർ പോലും വാങ്ങിക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, SIP മോഡിലൂടെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നിങ്ങളൊക്കെ പറഞ്ഞേക്കാം 10 രൂപയ്ക്കാണ് ഒരു യൂണിറ്റ് കൊടുക്കുന്നത്. ഇനീഷ്യലായിട്ട് അവർ ന്യൂ ഫണ്ട് ഓഫർ ചെയ്യുമ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അതിന് ഇനീഷ്യലായിട്ടുള്ള ഫണ്ടുകൾ സ്വരൂപിക്കുമ്പോൾ 10 രൂപയാണ് എല്ലാ കമ്പനികളും ആവറേജ്, അല്ല ഒരു കോമൺ ആയിട്ട് എല്ലാവരും അതിൻ്റെ NI ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ 10 രൂപയുടെ എത്ര യൂണിറ്റ്, അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന വ്യക്തിക്ക് 100 യൂണിറ്റ് കിട്ടും. അപ്പോൾ ഈ 100 യൂണിറ്റിന് 10 രൂപ വെച്ച് 1000 രൂപയ്ക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ചിലപ്പോൾ ടോട്ടലുള്ള ഒരു അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയല്ല, അവർ 10 ലക്ഷമോ 10 കോടിയോ 100 കോടിയോ അത്രയും വലിയ എമൗണ്ട് ആയിരിക്കും അവരുടെ ടോട്ടൽ വാല്യൂ. ആ വാല്യൂവിനെ ആണ് ഈ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്യും, ഈ ടോട്ടൽ കിട്ടുന്ന 100 കോടിയോ അല്ലെങ്കിൽ 200 കോടി രൂപ എത്രയാണെങ്കിൽ ആ പൈസ അവർ ഓരോ ഷെയറുകളിലും അലോക്കേറ്റ് ചെയ്യും. റിലയൻസിൽ അലോക്കേറ്റ് ചെയ്യും, HDFC ബാങ്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അൾട്രാടെക് സിമെൻറ്റ് കമ്പനികൾ, അല്ലെങ്കിൽ എയർടെല്, അങ്ങനെ പല കമ്പനികളിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു കോമൺ മാനായി ഞാൻ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കൊരു റിലയൻസിൻ്റെ ഷെയർ വാങ്ങാൻ പറ്റുമോ ഒരു മാസം? പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 10 രൂപയിലൂടെ ഞാൻ ഒരു യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ എനിക്ക് റിലയൻസിലേക്കുള്ള ഒരു പ്രാതിനിധ്യം കിട്ടുകയാണ്. അതിന് ഞാൻ വേറെ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പറയണതാണ്, നിങ്ങളത് തമാശ രൂപത്തിൽ കണ്ടാൽ മതി. കാരണം നമ്മളൊക്കെ വീടുകളിലേക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ഒരു സാമ്പാർ കഷ്ണം വാങ്ങിക്കാൻ പറയും നമ്മളൊക്കെ വീട്ടിലേക്ക്. നമ്മൾ മലയാളികൾ കോമൺ ആയിട്ട് സാമ്പാർ വയ്ക്കും. അപ്പോൾ പറയും, കടകളിൽ പോയിട്ട് അമ്മമാരും അടുത്ത് പറയും ഒരു സാമ്പാർ കഷ്ണം വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കടകളിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ സാമ്പാർക്ക് എന്താ വേണം, മത്തങ്ങ വേണം, കുമ്പളങ്ങ വേണം, അല്ലെങ്കിൽ മുരിങ്ങക്കായ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. സാധാരണ ഇതിൽ നമ്മൾ ഇതൊക്കെ ഓരോന്നായിട്ട് 250, 50, 500 വാങ്ങിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പറയും എനിക്കൊരു സാമ്പാർ കഷ്ണത്തിൻ്റെ പാക്കറ്റ് വേണം. അതുപോലെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു പാക്കിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു.
അതിലൊരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു സാമ്പാർ വയ്ക്കേണ്ട എല്ലാ ഘടകങ്ങളും ഒരു 10-15 ഐറ്റം നമുക്ക് ആ ഒരു കിറ്റിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് തരുന്ന പോലെ കിറ്റ് പോലെ തന്നെ അതുപോലത്തെ ഒരു സാമ്പാറിന് കിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ അതിലെന്താണ് സംഭവിച്ചത്, നമുക്ക് ഓരോ ഐറ്റം വാങ്ങിക്കുന്നതിന് പകരം എല്ലാത്തിൻ്റെയും ഒരു പോർഷൻ അതിൽ കിട്ടി. ഇതേ രൂപത്തിലാണ് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിറ്റ് വാല്യൂ വരുമ്പോൾ ഈ മൊത്തമുള്ള മ്യൂച്വൽ ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ, അതായത് പല ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വിഹിതമാണ് ഈ ഓരോ യൂണിറ്റിൽ നമുക്ക് കിട്ടുന്നത്. 10 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വാങ്ങിക്കുന്നത്, അപ്പോൾ മിനിമം എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മിനിമം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്കായിരിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാവുക. 500 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ ഈ മാർക്കറ്റിലുള്ള എല്ലാ ഷെയറുകളിലും ഒരു പ്രാതിനിധ്യം കിട്ടുകയാണ്, റിലയൻസിൽ. അപ്പോൾ ഇവർ ഈ അവരുടെ 100 കോടിയുള്ള ടോട്ടൽ അസറ്റ് എവിടേക്കാണോ, ടോട്ടൽ ഫണ്ട് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അതായത് മാർക്കറ്റിൽ ഷെയർ മുകളിലേക്ക് പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നല്ലോ, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് 10 രൂപയിലേക്ക് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ആളെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അതിന് നമ്മളിൽ നിന്ന് ഒരു ചെറിയൊരു രീതിയിൽ കമ്മീഷൻ ചാർജ് ചെയ്യും. ഇത്രയാണ് മ്യൂച്വൽ ഫണ്ടുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള പലരും ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും: ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇറങ്ങുമ്പോൾ ഏറ്റവും നല്ലത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക. അതല്ല നമ്മൾ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിക്ക് ഈ ഒരു വർഷം കൊണ്ട് ഡബിൾ ബെനിഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇരട്ടിയോളം പൈസ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു. അതേ രീതിയിൽ ഇനി കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടൈമിങ്, നമ്മൾക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കാത്തവരാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പൈസ 5-10 ഒരു മിനിമം ഒരു 5-10 ഇയേഴ്സ്, അപ്പോൾ 25 വയസ്സുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് 1,20,000 രൂപ. അപ്പോൾ അത് എത്ര രൂപ നമ്മൾ ചെയ്യുന്ന, അതിന് മിനിമം ഒരു 15% എങ്കിലും മാർക്കറ്റ് നമുക്ക് റിട്ടേൺ തരുന്നതായിരിക്കും. 15% ആനുവൽ ആയിട്ടുള്ള ഗ്രോത്ത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു വെച്ചത്, പുതിയതായിട്ട് മാർക്കറ്റിലേക്ക്, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം, ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിച്ചത്. എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇനി നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട്, നല്ല മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപോലെ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, എത്ര മ്യൂച്വൽ ഫണ്ട് വരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഒരു വ്യക്തിക്ക്, ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത വീഡിയോകളുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ബൈ.